വയനാട്ടിലേക്കാണല്ലേ? അതെ. കാട്ടുതീക്കെതിരെ അതീവ ജാഗ്രതയിലാണ് വയനാട്ടിൽ വനംവകുപ്പ്. വനത്തിന് ബോധപൂർവം തീയിടുന്നതായുള്ള കാര്യത്തിൽ വ്യക്തത വന്നതോടെയാണ് വനംവകുപ്പിന്റെ നടപടികൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. തലപ്പുഴയിലെ പുൽമേട് കത്തിയതോടെയാണ് വയനാട്ടിലെ കാട്ടുതീക്ക് പിന്നിൽ കരുതി കൂട്ടിയുള്ള ശ്രമങ്ങളുണ്ടെന്ന സംശയം വനം വകുപ്പിനുണ്ടായത്. തീയിടുന്ന ഒരാളെ പിടികൂടുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി പലയിടത്തുമുണ്ടായ കാട്ടുതീക്ക് പിന്നിലെല്ലാം ഇത്തരം സാധ്യതകളുണ്ടെന്ന് വനം വകുപ്പ് കണക്കുകൂട്ടുന്നു. ഈ പ്രവണതയെ മുളയിലെ നുള്ളുക എന്നതാണ് വനം വകുപ്പ് നിലവിൽ നടത്തുന്ന നീക്കം. വയനാട് വന്യജീവി സങ്കേതത്തിൽ മാത്രം സ്ഥാപിച്ചിട്ടുള്ളത് 50-ലേറെ നിരീക്ഷണ ക്യാമറകൾ, 100-ലേറെ ക്യാമറ ട്രാപ്പുകൾ, ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം എന്നിവയും സജീവം. ഫയർ പിന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ബന്ധപ്പെട്ട ഈ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ ക്യാമറാസ്, ലൈവ് ക്യാമറാസ്, ക്യാമറ ട്രാപ്സ്. സോ വി ഹോപ്പ് ഇപ്പോൾ ഈ സിറ്റുവേഷൻ കുറച്ച് കൺട്രോൾ ആവും. നമുക്ക് കുറച്ച് മോണിറ്ററിങ് ചെയ്തിട്ട് നേരത്തെ വി ക്യാൻ ടേക്ക് എനി ഡിസിഷൻ, എനി ആക്ഷൻ. വന്യജീവി സങ്കേതത്തിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച വനപാലകരും വാച്ചർമാരും അടങ്ങുന്ന സംഘത്തെ പട്രോളിങ്ങിനായി നിയോഗിച്ചിട്ടുണ്ട്. കാട്ടുതീ പ്രതിരോധത്തിന് ഫയർ ലൈൻ സംവിധാനം ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുണ്ട്. വനം കത്തിയമർന്നാൽ വന്യജീവികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ബോധപൂർവം തീയിടുന്നവർക്കെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഒപ്പം ബോധവൽക്കരണ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകും. 24 വയനാട്.